ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഹെൽത്തി ആയിട്ടും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ്. നമ്മുടെ ഗോതമ്പ് ദോശയാണ് കേട്ടോ. ഗോതമ്പ് ദോശ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പി അല്ല, പക്ഷേ ഗോതമ്പ് ദോശയെ ഇഷ്ടപ്പെടുത്തുന്ന രീതിയിലാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. ഗോതമ്പ് ദോശ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഗോതമ്പ് ദോശയുടെ റെസിപ്പി കണ്ടോളൂ. ഉടനെ തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 2 തക്കാളി, എൻ്റെ കയ്യിൽ ഒരു ചെറിയ തക്കാളിയും ഒരു മീഡിയം വലിപ്പമുള്ള തക്കാളിയായിരുന്നു, അതുകൊണ്ട് 2 തക്കാളി എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ വലിയ തക്കാളി ആണെന്നുണ്ടെങ്കിൽ 1 തക്കാളി എടുത്താൽ മതി. അതുപോലെ തന്നെ ഒരു പച്ചമുളക്, ഇത് രണ്ടും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. 240 ml കപ്പിന് 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ചേർത്താണ് നമ്മൾ ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ 2 ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ഗോതമ്പ് പൊടി ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഗോതമ്പ് പൊടിയിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർക്കാനുണ്ട്. സാധാരണ നമ്മൾ ഗോതമ്പ് മാവിൽ ചേർക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ. ഞാനൊരു വലിയ പാത്രം എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമ്മുടെ ഗോതമ്പ് പൊടി ചേർക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് മുട്ട ചേർക്കണമെന്നുണ്ടെങ്കിൽ മുട്ട ചേർക്കാം കേട്ടോ. ഞാൻ മുട്ട ചേർക്കുന്നില്ല. നമ്മുടെ ഗോതമ്പ് പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ വെള്ളം ചേർത്തിട്ട് ഒരു വിസ്ക് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്താണെന്ന് വെച്ചാൽ ഒട്ടും കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. കട്ട ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ദോശ പരത്തിയെടുക്കാൻ കിട്ടില്ല. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഗോതമ്പ് പൊടിയുടെ അളവനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും. ഗോതമ്പ് പൊടിയുടെ ബ്രാൻഡ് അനുസരിച്ചും വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും. അപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളം എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് ലൂസായി പോകരുത് നമ്മുടെ ദോശമാവ്, അതുപോലെ തന്നെ വല്ലാതെ ടൈറ്റായി പോകരുത്. ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ എടുക്കുക. ഇത് വളരെ എളുപ്പമാണ് കേട്ടോ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ. ആദ്യം നമ്മൾ ഗോതമ്പ് മാവ് മിക്സ് ചെയ്ത് വയ്ക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഇതിലേക്ക് ഒരു മുട്ട ഉടച്ചൊഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും. ഞാനിപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1.25 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ഇത് കണ്ടോ, ഇതുപോലെ ഇരിക്കും നമ്മുടെ ഗോതമ്പ് മാവ്. ഇങ്ങനെ വിട്ട് വിട്ട് വീഴുന്ന പാകം നമ്മൾ സ്പൂണിൽ കോരി ഒഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഇഡ്ഡലി മാവിൻ്റെ പാകത്തിലിരിക്കും. നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. നമ്മുടെ തക്കാളി ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി വഴറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ തക്കാളിയിലേക്ക് 1-2 ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തിട്ട് വഴറ്റിയെടുക്കുക. ഒരുപാട് മസാലകളൊന്നും ചേർത്തിട്ടല്ല നമ്മൾ വഴറ്റിയെടുക്കുന്നത്, വേഗം തന്നെ വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ തക്കാളി വഴറ്റിയെടുക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിലേക്ക് നമുക്ക് നമ്മുടെ തക്കാളിയും പച്ചമുളകും ചേർന്ന മിക്സ് ഇട്ട് കൊടുക്കാം. ഇനി തക്കാളിയിലേക്ക് 1-2 കാര്യങ്ങളും കൂടി ചേർക്കാനുണ്ട്. തക്കാളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി പോകരുത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗോതമ്പ് മാവിൽ ഉപ്പിട്ടതാണ്, പിന്നെ തക്കാളിയിലും കൂടി ഉപ്പ് കൂടി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പച്ചമുളക് ചേർത്തിട്ടുണ്ട് എങ്കിലും ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തക്കാളിയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ട് കുക്കായി വരും. ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില. പിന്നെ നിങ്ങൾക്ക് മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മല്ലിയില എടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചോളൂ. നമുക്ക് ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് പഴുത്ത തക്കാളി എടുക്കണം കേട്ടോ. ഇതിന് തക്കാളി എടുക്കുമ്പോൾ ഒരു പച്ച തക്കാളി ആണെങ്കിൽ, അധികം പഴുക്കാത്ത തക്കാളി ആണെങ്കിൽ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇനി ഈ തക്കാളി ഒന്ന് കുക്കായി വരണം, ഒന്ന് ചെറുതായിട്ട് ഉടഞ്ഞു വരണം. അപ്പോൾ നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയിലെ വെള്ളമൊക്കെ അറ്റി നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ തക്കാളിയുടെ മസാല മാറ്റി വയ്ക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കുന്നുണ്ട്. ഇത്രയും മതി. നിങ്ങൾക്ക് മല്ലിയിലയുടെ ഫ്ലേവർ താല്പര്യമുണ്ടെങ്കിൽ മാത്രം മല്ലിയില ചേർത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കി തുടങ്ങാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു പാൻ വയ്ക്കാം. അപ്പോൾ നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ദോശമാവ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഒരുപാട് വലിപ്പമുള്ള ദോശയല്ല ഉണ്ടാക്കുന്നത്, ഒരു മീഡിയം വലിപ്പത്തിലുള്ള ദോശയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് തിക്നെസ് ഇല്ലാത്ത ദോശ ഉണ്ടാക്കണമെങ്കിൽ തിക്നെസ് ഇല്ലാത്ത ദോശ ഉണ്ടാക്കാം കേട്ടോ. പക്ഷേ തിക്നെസ് ഉള്ള ദോശ ഉണ്ടാക്കണമെങ്കിൽ തിക്നെസ് ഉള്ള ദോശ ഉണ്ടാക്കാം. തിക്നെസ് ഇല്ലാത്ത ദോശ ഉണ്ടാക്കി കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ഞാൻ ഇത്രയും വലിപ്പമുള്ള ദോശ ഉണ്ടാക്കുന്നുള്ളൂ. ഈ പാനിൽ ഈ ഒരു വലിപ്പത്തിലുള്ള ദോശ ഉണ്ടാക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഈ ദോശ ഒന്ന് ഡ്രൈ ആയി തുടങ്ങുമ്പോൾ, മേൽഭാഗം ഡ്രൈ ആയി തുടങ്ങുമ്പോഴാണ് നമ്മൾ ആദ്യം എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് ഈ ഒരു നടുഭാഗവും കൂടി ഒന്ന് ഡ്രൈ ആയി വരാനുണ്ട്. ചെറുതായിട്ടൊന്ന് എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരുപാട് എണ്ണയൊന്നും വേണ്ട. ഞാൻ നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണ്
ഈ ഒരു ദോശ റെഡിയാക്കുന്നതെന്നുണ്ടെങ്കിൽ ബട്ടറോ നെയ്യോ യൂസ് ചെയ്യാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റുമാണ്, അതുപോലെ തന്നെ വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ടൊമാറ്റോ യൂസ് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ പ്ലെയിൻ ദോശ ഉണ്ടാക്കാം. അതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ടൊമാറ്റോയും കൂടി ചേർത്തിട്ടാണെങ്കിൽ നമ്മളിനി കറിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ടൊമാറ്റോ ജസ്റ്റ് ഒന്ന് നടുഭാഗത്തേക്ക് എല്ലാ സൈഡിലേക്കും ആയിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതിനൊരു കുറച്ച് സമയം എടുക്കും കുക്കായി വരാനായിട്ട്. എന്താണെന്ന് വെച്ചാൽ നല്ല ക്രിസ്പി ആയിട്ട് മൊരിഞ്ഞ് വരുന്നത് വരെ നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഒരുപാട് തക്കാളി ചേർക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് എനിക്ക് ഒരുപാട് പുളി ഇഷ്ടമല്ലാന്ന്. നിങ്ങൾക്ക് കൂടുതൽ പുളി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂടുതൽ തക്കാളി ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ചേ ചേർക്കുന്നുള്ളൂ. ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അടച്ചു വയ്ക്കുകയൊന്നും വേണ്ട. നമുക്ക് ഈ ഒരു ദോശ ഉണ്ടാക്കാനായിട്ട് തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. ഒരു 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ അടിഭാഗം നന്നായിട്ട് മൊരിഞ്ഞ് ക്രിസ്പി ആയി വരണം. അതുവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരെ പ്ലേറ്റിലേക്ക് എടുക്കുക. ചൂടോടുകൂടി കഴിക്കുക. ചൂടോടുകൂടി കഴിക്കുമ്പോഴാണ് ഈ ഒരു ദോശയുടെ ടേസ്റ്റ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഉടനെ ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരിക്കുക. അതാണ് ഏറ്റവും നല്ല വഴി. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ട് കഴിക്കുന്നതിനേക്കാൾ ഏറ്റവും ടേസ്റ്റ് ഉണ്ടാക്കുക കഴിക്കുക എന്നുള്ള പരിപാടിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഈസി റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. രാവിലെ എഴുന്നേറ്റിട്ട് ഇന്ന് എന്തുണ്ടാക്കും എന്ന് ചിന്തിച്ച് തലവേദന എടുക്കുന്നതിനേക്കാൾ എളുപ്പം വീട്ടിൽ 2-3 തക്കാളി ഉണ്ട്, കുറച്ച് ഗോതമ്പൊടി ഉണ്ടാവും, അതെന്തായാലും ഉണ്ടാവുമല്ലോ വീട്ടിലൊക്കെ. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ബാച്ചിലേഴ്സിനാണെങ്കിലും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ അടുത്ത ദിവസം തന്നെ രാവിലെ ഈ ഒരു ദോശയും ഈ ഒരു തക്കാളി വാട്ടിയതും കൂടി ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഗോതമ്പ് ദോശ ഉണ്ടാക്കി കഴിച്ചോളൂ. നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഗോതമ്പ് ദോശയൊക്കെ മൊരിഞ്ഞ് തുടങ്ങുന്നുണ്ട്. പിന്നെ തിരിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് കുക്കായ ദോശയാണ്. നേരെ എടുത്ത് പ്ലേറ്റിലേക്ക് വെച്ച് കഴിച്ചാൽ മാത്രം മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ചാനലിൽ ഈ ഒരു വീഡിയോ പ്രസൻറ്റ് ചെയ്ത രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ ഈ ദോശ ഇനി ഒന്ന് പ്ലേറ്റിലേക്ക് മാറ്റട്ടെ. അതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഇനിയിപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂൾ തുറന്നു കഴിഞ്ഞു, നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണം, ധൃതിയാണ് കാര്യങ്ങൾ. അതുപോലെ കുട്ടികൾക്ക് ലഞ്ച് കൊടുത്തു വിടണം. അപ്പോൾ രാവിലെ തന്നെ കാര്യങ്ങളെല്ലാം വേഗം കഴിയണം. അപ്പോൾ ഇതുപോലെയുള്ള ഈസി റെസിപ്പീസ് നിങ്ങൾക്കൊക്കെ ആവശ്യമായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു റെസിപ്പിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എളുപ്പത്തിൽ ജോലി കഴിയും. അതുപോലെ ജോലിക്ക് പോകുന്ന വീട്ടമ്മമാർക്കാണെങ്കിൽ കൂടുതൽ തലവേദനയാണ്. രാവിലത്തെ കാര്യങ്ങൾ കഴിയണം, അത് കഴിഞ്ഞിട്ട് വേണം ജോലിക്ക് പോകാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും വേഗം ജോലികൾ തീർക്കണ്ടേ. അതിനൊക്കെ എളുപ്പമുള്ള റെസിപ്പികൾക്കായിട്ട് നിങ്ങൾ നീതാസ് ടേസ്റ്റ്ലാൻഡിലെ വീഡിയോകളൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.